ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഹൗസ് ദ വെദർ ടുഡേ? ഹൗസ് ദ വെദർ ടുഡേ? ഹായ് ഗായ്സ്, എൻ്റെ പേര് നീതു ഫ്രാൻസിസ് ഫ്രോം ഇംഗ്ലീഷ് പഠിക്കാം. ഞാനിവിടെ കമ്മ്യൂണിക്കേഷനും ഇൻ്റർവ്യൂവിനും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെദറിനെ കുറിച്ചാണ്. സോ ഡേ 1 ഞാൻ വെദറിനെ കുറിച്ച് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം ഇംഗ്ലീഷിൽ, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുഴുവൻ വീഡിയോ കാണാൻ മറക്കല്ലേ. നല്ല ചൂടാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? ഇറ്റ്സ് റിയലി ഹോട്ട്. ഇറ്റ്സ് റിയലി ഹോട്ട്. ഇറ്റ് ഈസ് അല്ല, ഇറ്റ്സ് റിയലി ഹോട്ട്. ഇതുപോലെ തന്നെ ചൂട് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഇറ്റ്സ് എക്സ്ട്രീംലി ഹോട്ട്. ഇറ്റ് ഈസ് അല്ല, ഇറ്റ്സ് എക്സ്ട്രീംലി ഹോട്ട്. അതുപോലെ തന്നെ സമ്മറിൻ്റെ സമയത്ത് ഭയങ്കര ചൂടാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇറ്റ്സ് സ്കോച്ചിങ്. ഇറ്റ്സ് സ്കോച്ചിങ്. ഇറ്റ് ഈസ് അല്ല, ഇറ്റ്സ് സ്കോച്ചിങ്. പിന്നെ നമ്മൾ ഇങ്ങനെ ചോദിക്കില്ലേ, ഈ കാലാവസ്ഥ എന്തൊരു വിചിത്രമാണ് അല്ലേ? കാലത്ത് കനത്ത മഴ, ഉച്ചയ്ക്ക് കനത്ത ചൂട്. അതിന് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, ക്യാൻ യു ബിലീവ് ഹൗ ക്രേസി ദ വെദർ ഇസ്? ക്യാൻ യു ബിലീവ് ഹൗ ക്രേസി ദ വെദർ ഇസ്? ഇന്ന് സൂര്യൻ വളരെ പ്രകാശമുള്ളതാണ്. ഇതെങ്ങനെ പറയും? The sun is very bright today. The sun is very bright today. നമ്മളൊരാളോട് ഫോം വിളിച്ച് ചോദിക്കുകയാണ്, പുറത്ത് കാലാവസ്ഥ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അവിടെ പുറത്ത് കാലാവസ്ഥ എങ്ങനെയുണ്ട്? അതെങ്ങനെ ചോദിക്കാം? What's it like outside? What's it like outside? What it is അല്ല, what's it like outside? ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. ഇതെങ്ങനെ പറയും? It's a sunny day. It's a sunny day. It is അല്ല, it's a sunny day. ഇന്ന് നല്ല കാർമേഘമുള്ള ദിവസമാണ്. ഇതെങ്ങനെ പറയും? It's a cloudy day. It's a cloudy day. It is അല്ല, it's a cloudy day. ഇന്ന് നല്ല കാറ്റുള്ള ദിവസമാണ്. ഇതെങ്ങനെ പറയും? It's a windy day. It is അല്ല, it's a windy day. ഇന്ന് ഈർപ്പമുള്ള ദിവസമാണ്. അതിന് പറയാം, it's a humid day. It's a humid day. ഇറ്റ് ഈസ് അല്ല, ഇറ്റ്സ് എ ഹ്യൂമിഡ് ഡേ. നോർമലി ഇന്ത്യയിലെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ വാം ആൻഡ് ഹ്യൂമിഡാണ്. നമുക്ക് നല്ല ചൂടുമുണ്ട്, പെട്ടെന്ന് വേർക്കുകയും ചെയ്യും. നിങ്ങൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണൂലേ നല്ല മൂടൽ മഞ്ഞ്? അപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, ഇന്ന് നല്ല മൂടൽ മഞ്ഞാണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഇറ്റ്സ് എ ഫോഗി ഡേ. ഇറ്റ് ഈസ് അല്ല, ഇറ്റ്സ് എ ഫോഗി ഡേ. മൂടൽ മഞ്ഞ് വന്നു മൂടി. ഇതിന് പറയുന്ന ഇംഗ്ലീഷ് ഫ്രേസാണ് ദ ഫോഗ് റോൾഡ് ഇൻ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്ന് പുലർച്ചെ മൂടൽ മഞ്ഞ് പതുക്കെ പരന്നു വന്നു. ഇതെങ്ങനെ നമുക്ക് പറയാം ഇംഗ്ലീഷിൽ? നിങ്ങൾ ഊട്ടി, കൊടൈക്കനാൽ, കാനഡയൊക്കെ പോയാൽ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ അവിടെ എത്തി പറയാം, ദ ഫോഗ് റോൾഡ് ഇൻ ഏർലി ദിസ് മോർണിംഗ്. ദ ഫോഗ് റോൾഡ് ഇൻ ഏർലി ദിസ് മോർണിംഗ്. സോ റോളിൻ്റെ അർത്ഥമാണ്, റോളിൻ ഫ്രേസിൻ്റെ പതുക്കെ എത്തി, പരക്കുക. കുറച്ച് ദൂരം പോലും വ്യക്തമായി കാണാൻ കഴിയാത്തത്ര കനത്ത മൂടൽ മഞ്ഞ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇതിനൊരു ഫ്രേസ് ഉണ്ട്, കാനഡയിലൊക്കെ യൂസ് ചെയ്യും. ദ ഫോഗ് ഇസ് ആസ് തിക്ക് ആസ് പീ സൂപ്പ്. എന്താ പറയാ? ദ ഫോഗ് ഇസ് ആസ് തിക്ക് ആസ് പീ സൂപ്പ്. ഇന്ന് മൂടിക്കെട്ടിയ ദിവസമാണ്. ഇതെങ്ങനെ പറയും? ഇറ്റ്സ് എൻ ഓവർകാസ്റ്റ് ഡേ. ഇറ്റ്സ് എൻ ഓവർകാസ്റ്റ് ഡേ. ഇറ്റ് ഈസ് അല്ല, ഇറ്റ്സ് എൻ ഓവർകാസ്റ്റ് ഡേ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇംഗ്ലീഷ് പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. അവരും അവരുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യട്ടെ.